അവരുടെ പ്രണയം കണ്ടുകൊണ്ട് നിന്ന ദേവികയും മഹാദേവനിലും ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. ഏകാ, നിന്റെ ചുണ്ടിൽ. അവൻ അവളുടെ ചുണ്ടിലേക്ക് കൈ കാണിച്ചു. എന്താ രുദ്രേട്ടാ, അത് നിന്റെ ചുണ്ടിൻ്റെ അരികിൽ പറ്റിയിരിക്കുന്നു. കറി എവിടെയാ രുദ്രേട്ടാ? അവൾ തുടക്കുന്നത് പോലെ കാണിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കൈ പിടിച്ച് മടിയിലേക്ക് വലിച്ചിരുത്തി. അവളുടെ ഓരോ കൈവിരലുകളും നുണഞ്ഞു. അവൾ അവൻ്റെ തലമുടിയിൽ പിടിമുറുകി. പതിയെ അവൻ്റെ കൈ അവളുടെ പിൻകഴുത്തിൽ സ്ഥാനം പിടിച്ചു. അവളെ മുന്നോട്ടാക്കി അവളുടെ ആദരങ്ങൾ നുണഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിന്ന മഹാദേവൻ ദേവികയെ നോക്കി കണ്ണുറുകി കാണിച്ചു. എടി ദേവുട്ടി, നമുക്ക് ഒരു ഫ്രഞ്ച് വിപ്ലവം നടത്തിയാലോ? ദേവേട്ടാ, നിങ്ങൾ എൻ്റെ കയ്യിലൊന്ന് മേടിക്കും. ദേവിക ദേവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ച് അകത്തേക്ക് പോയി. അയാൾ ദേവുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പുറകെ പോയി. ഈ ഫ്രഞ്ച് വിപ്ലവം കണ്ടുകൊണ്ട് നിന്ന നിഹയുടെ കിളികൾ കൂട് വിട്ട് പറന്നുപോയി. അവളുടെ കയ്യിലിരുന്ന അവളുടെ ഹെയർ ബാൻഡ് ഊർന്ന് താഴേക്ക് വീണു. ഇത് കണ്ടുകൊണ്ട് നിന്ന ആദി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണ് പൊത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ചു പൊക്കി അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോയി. അവൾ ആവതും അവൻ്റെ കയ്യിൽ നിന്നും കുതറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ബലത്തിൽ മുന്നിൽ അത് സാധിച്ചില്ല. അവൻ അവളെ കൊണ്ട് ചെന്ന് അടുത്ത റൂമിലേക്ക് കയറി കതവ് അടച്ചു. അവൾ അവസാന ശ്രമം എന്നോണം അവൻ്റെ വയറ്റിൽ കൈമുട്ടു കയറ്റി. ചെക്കൻ 14 ലോകവും കണ്ടു. അവൻ വയറ് താങ്ങിപ്പിടിച്ച് താഴേക്കിരുന്നു പോയി. ഡോ, താൻ ആരാണാ എന്നാ തൻ്റെ വിചാരം? ചൊറിയൻ പുഴു. താൻ ദുൽഖർ സൽമാനൊന്നും അല്ലല്ലോ. വെറുതെ പെൺപിള്ളാരുടെ മേത്തു തൊട്ടാൽ ഉണ്ടല്ലോ, ഇതായിരിക്കും വിധി, ഓർത്തോ. ടി പുല്ലേ, കൂടുതൽ കളിക്കല്ലേ നീ. എടി കുട്ടിപ്പിശാശേ, നീ അവിടെ അവരുടെ പ്രൈവസിയിൽ എത്തി നോക്കുന്നത് കണ്ടു ആണ് ഞാൻ നിന്നെ എടുത്തോണ്ട് വന്നത്. അല്ലാതെ നിന്നോടുള്ള പ്രേമം മൂത്തിട്ടല്ല. ഈ ആദികേശ് അത്രക്കാരനൊന്നുമല്ല, അത് ഓർത്ത നന്ന്. അവൾക്ക് അവൾ ചെയ്തത് കൂടിപ്പോയെന്ന് തോന്നി. സോറി ആദിയേട്ടാ. പൊടി പുല്ലേ, ഇനി മേലിൽ എൻ്റെ പരിസരത്ത് കണ്ടുപോകരുത്. അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. പൊന്നുമോളെ, നിന്നെ എന്താ വേണ്ടത്? എനിക്ക് അറിയാം. ഇന്ന് എന്നെ തല്ലിക്കൈ കൊണ്ട് നാളെ ഞാൻ തലോടിപ്പിക്കും. എനിക്ക് വേണം ടീ കുട്ടിപ്പിശാശെ നിന്നെ, ഈ ചൊറിയൻ പുഴുവിൻ്റെ മാത്രം കുട്ടിപ്പിശാശ് ആയിട്ട്. പിള്ളാരെ, നമുക്ക് നമ്മുടെ പിള്ളാരെ നോക്കിയിട്ട് വരാം. ഈ രുദ്രേട്ടൻ ഒരു ബോധവുമില്ലേ? ഇത് ബെഡ്റൂം അല്ല, ഹാളാണ്, അത് ഓർക്കണം. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എൻ്റെ ഭാര്യയെയാണ് ഞാൻ പിടിച്ചത്, എൻ്റെ യക്ഷിപ്പെണ്ണിനെ. അവൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി. രുദ്രേട്ടാ, കളിക്കാതെ എന്നെ വിട്ടേ, എനിക്ക് വേറെ പണിയുണ്ട്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി മുടിയിൽ ചുണ്ടുകൾ ചേർത്തു. ആദു, ഇത് അവസാനത്തെ ശ്രമമാണ്. ഈ പരിശ്രമത്തിൽ കൂടി അവൻ എഴുന്നേറ്റില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം സോറി മോളെ. അവൻ ഒരു കണ്ണീരോടെ, ഒരു ആങ്ങളയുടെ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അവളും ആ നെഞ്ചിൽ ചൂടിൽ ആങ്ങളയുടെ വാത്സല്യം അനുഭവിച്ചു നിന്നു. ആ കാഴ്ച കണ്ടോണ്ട് നിന്ന നിഹയുടെ ആദിയോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അവളുടെ ഏങ്ങലടി ഒന്ന് നിന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി കണ്ണീർ തുള്ളി അമർത്തി തുടച്ചു മാറ്റി. ആദിയേട്ടാ, എൻ്റെ രുദ്രേട്ടൻ എണീക്കും, അല്ലെങ്കിൽ ഞാൻ എണീപ്പിക്കും. ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കണം. മരണത്തിൽ നിന്ന് ദൈവം എൻ്റെ രുദ്രേട്ടനെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടേൽ എൻ്റെ ലൈഫിലും തിരിച്ചു തരും ഭഗവാൻ. എനിക്ക് ഉറപ്പാണ്. ഇനി ഒരു പക്ഷേ രുദ്രേട്ടൻ എണീറ്റില്ലേലും ഞാൻ നോക്കും എൻ്റെ രുദ്രേട്ടനെ ഒരു അമ്മയെപ്പോലെ, സഹോദരിയെപ്പോലെ, ഭാര്യയെപ്പോലെ, കാമുകിയെപ്പോലെ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് രുദ്രേട്ടനെ, എൻ്റെ പ്രാണനെ. ഞാൻ നടക്കും എൻ്റെ രുദ്രേട്ടന് വേണ്ടി. എൻ്റെ രുദ്രേട്ടൻ സ്വപ്നങ്ങൾ ഞാൻ നടത്തി കൊടുക്കും. എനിക്കറിയില്ല എപ്പോഴാണ്, എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ കയറി കിട്ടിയത് എന്ന്. പക്ഷേ
ഒന്നറിയാം, ഇനി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്തോളം എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നുപോയി. അതുകൊണ്ട് എനിക്ക് വേണം എൻ്റെ രുദ്രേട്ടനെ. അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ദൃഢത ഉണ്ടായിരുന്നു. അവരുടെ പ്രണയത്തിൻ്റെ ദൃഢത അവിടെ നിന്ന് ഓരോരുത്തർക്കും വെളുവായി. അവിടെ നിന്ന് ജലജ അമ്മായിയിൽ കുശുമ്പ് ജനിച്ചു. പക്ഷേ പാവം അമ്മായി ഒന്നും മിണ്ടിയില്ല. കാരണം പഴയ കാര്യങ്ങൾ നമ്മുടെ ആദുകൊച്ച് ടെറർ ആയത് നല്ലവണ്ണം ഓർമ്മ ഉണ്ട്. അവർ അവരുടെ പുതിയ ഫോണിലേക്ക് നോക്കി ഒരു ദീർഘശ്വാസം എടുത്ത് അത് അല്ലേ പറ്റൂ. ലെനായി, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം. അതായത് ദാസ അന്നത്തെ ദിവസത്തിന് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ആദ്യ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിലും വലിയ മാറ്റങ്ങളൊന്നും അവൻ്റെ അവസ്ഥയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ അവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് ആദിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് തെറാപ്പി ചെയ്യാൻ പോവുകയാണ്. ഇതിലൂടെ അവൻ എണീറ്റില്ലേൽ അവൻ ഒരിക്കലും എണീക്കില്ല. ഇതാണ് സിറ്റുവേഷൻ. സോ ഞാൻ ചെയ്യാൻ പോവുകയാണ് ആദു. കോമയിൽ ആവാനും ചാൻസ് ഉണ്ട്. ഒന്നുകൂടി ഒരുമിപ്പിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് ആദിയേട്ടാ. എൻ്റെ രുദ്രേട്ടൻ എല്ലാ ആരോഗ്യത്തിനും തിരിച്ചു വരും. പക്ഷേ എനിക്കതിനു മുമ്പ് ഒന്ന് കാണണം എൻ്റെ രുദ്രേട്ടനെ. വാ. ഉള്ളിലേക്ക് നടന്ന് ദേ മോളെ, അവൻ പോയി സംസാരിച്ചോ? ഞാൻ ക്യാമ്പിനിലേക്ക് പോവുകയാണ്. തിരിച്ച് ഇറങ്ങുമ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി. കിടക്കുന്ന ബെഡിലേക്ക് ചൂണ്ടി ആദി പറഞ്ഞു. ആദി ഏട്ടാ, താങ്ക് യു. വേഗം പോയിട്ട് വാ. അത് രുദ്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് കണ്ണിൻ്റെ കുറുകെ വെച്ച് കിടക്കുകയായിരുന്നു. അവൾ പതിയെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ അവൻ്റെ മുകളിൽ തലോടി. രുദ്രേട്ടാ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവൻ കണ്ണുകൾ തുറന്നു. ഏക, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നേ. പേടിയാവുന്ന രുദ്രേട്ടാ, ഏട്ടൻ എന്തേലും പറ്റിയാൽ പിന്നെ എനിക്ക് ആരും. അവൻ വാ പൊത്തി. ഞാൻ അങ്ങനെ പോവാണെങ്കിൽ നിന്നെ ഞാൻ അടുത്ത നിമിഷം തന്നെ കൊണ്ടുപോയിരിക്കും. ഞാൻ ഇല്ലാതെ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ എന്ന് പൊന്നുമോൾ കിനാവ് കാണണ്ട. ഞാൻ സമ്മതിക്കൂല. അവൾ ഒന്ന് ചിരിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ദേ, ഞാൻ വെളിയിലേക്ക് പോവുകയാണ്. വേഗം നല്ല കുട്ടനായിട്ട് എണീറ്റ് വന്നോണം. ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ ഉടനെ അങ്ങ് വരാം. പിന്നെ പൊന്നുമോൾ ഇത്രയും നാളത്തെ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പറഞ്ഞു. ചി ചാട. അവൾ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് പോന്നു. അവനും അവൾക്ക് വേണ്ടി അവരുടെ ജീവിതം നശിപ്പിച്ചവർക്ക് വേണ്ടി തിരിച്ചും വരും എന്നുള്ള വാശിയിൽ കണ്ണുകൾ അടച്ചു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റിനു ശേഷം ആദ്യ തൻ്റെ കൂട്ടുകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദിയുടെ കൈ വിറക്കുകയായിരുന്നു. കാരണം അത്രമേൽ ആഴ്ന്നിറങ്ങുന്ന സൗഹൃദമായിരുന്നു അവരുടേത്. അവൻ അക്ഷമതയോടെ കാത്തിരുന്നു. ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങളുമായി തോന്നി. താലിയിൽ മുറുകെ പിടിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു ആദു സമയം തള്ളി നീക്കി. അങ്ങനെ രുദ്രൻ കണ്ണു തുറന്നു. ആദ്യ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു. രുദ്ര, നിനക്ക് എങ്ങനെയുണ്ട്? ഐ ആം ഓക്കേടാ. എനിക്ക് എൻ്റെ ഏകയെ കാണണം പ്ലീസ്. കാണിക്കാടാ. ആദിയും രുദ്രനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. രുദ്രൻ തൻ്റെ ഭാഗ്യത്തിന് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദി ഈ സന്തോഷം വാർത്ത മറ്റുള്ളവരെ അറിയിച്ചു. ഏക അവരുടെ പ്രാണൻ ആയ രുദ്രനെ കാണാൻ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു. അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ട് അവൾക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. ഒരിക്കലും എണീക്കില്ല എന്ന് പറഞ്ഞ രുദ്രൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. രുദ്രേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏക, ഞാൻ തിരിച്ചു വന്നില്ലേ, പിന്നെ എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ടാണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല രുദ്രേട്ടാ. സത്യമാണ് യക്ഷിപ്പെണ്ണേ, നിന്റെ സ്വന്തം കാലൻ ആണ് മുന്നിൽ നിൽക്കുന്നത്.
അവൾ അവൻ്റെ കാലിൽ കയറി നിന്ന് അവൻ്റെ മൂർത്താവിൽ ഉമ്മ വെച്ചു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞു. അവളിൽ വല്ലാത്ത പരിഭവം നിറഞ്ഞു. അവളുടെ ശരീരം വിയർത്തു. കാരണം അത് അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഡോ കാല, വിട്ടേ, എനിക്ക് പ്രതികാരം ചെയ്യണം. എൻ്റെ സമ്മതമില്ലാതെയാണ് ഇയാൾ എന്നെ കെട്ടിയത്. അതുകൊണ്ട് വിട്ടേ. മോൻ കൂടുതൽ കളിക്കാതെ, അവൾ ഒരു കുറുമ്പോടെ മുഖത്തെ ഗൗരവം വിരുത്തി പറഞ്ഞു. അവനിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളെ പിന്നിൽ നിന്ന് പുണർന്നു. എൻ്റെ യക്ഷിപ്പെണ്ണിന് എന്നോട് പ്രതികാരം ചെയ്യണോ? അവൻ അവളുടെ ഇടുപ്പിലുള്ള പിടി മുറുകി. അവൻ്റെ നിശ്വാസം അവളുടെ ദേഹത്ത് പതിച്ചു. അവളിൽ വിയർപ്പ് കാണങ്ങൾ ഉണ്ടായി. വേണ്ട, അവൾ ഒരു വിക്കലോടെ പറഞ്ഞു. വേണ്ടേ? എൻ്റെ യക്ഷിപ്പെണ്ണിന് പ്രതികാരം ചെയ്യണ്ടേ? പക്ഷേ എനിക്ക് ചെയ്യണം എൻ്റെ പ്രതികാരം. പക്ഷേ മോൾ താങ്ങുവോ എന്ന് എൻ്റെ സംശയം. അവൻ അവളുടെ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞു. അവളിൽ അവൻ വേണ്ടി മാത്രമുള്ള ആ പുഞ്ചിരി വിരിഞ്ഞു. രുദ്രൻ അവളുടെ ചെവി കടിച്ചുകൊണ്ട് നുണഞ്ഞു. അവൾ ആ ഭിത്തിയിൽ കൈകൾ അമർത്തി. അവൻ അവളിലേക്ക് ഒന്നും കൂടി ചാഞ്ഞു. അവളുടെ കൈകൾ വീണ്ടും ശക്തിയിൽ ആ ഭിത്തിയിലേക്ക് അമർന്നു. അവൻ അവൻ്റെ കൈകൾ അവളുടെ കൈയും മുകളിലേക്ക് വെച്ചു. അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ നീണ്ടു നിവർന്നു കിടക്കുന്ന മുടി മുന്നിലേക്കിട്ടു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറകെ ആകെ അലഞ്ഞു നടന്നു. അവളുടെ തൊണ്ട വറ്റി വരണ്ടു. രുദ്രേട്ടാ, അവൾ ഒരു ഇടർച്ചയോടെ വിളിച്ചു. അവൻ അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചുകൊണ്ട് തന്നെ വിളി കേട്ടു. എന്താ യക്ഷിപ്പെണ്ണേ, ഞാൻ പ്രതികാരം ചെയ്യട്ടെ? അവൻ ഒരു പ്രത്യേക താളത്തോടെ പറഞ്ഞു. അവൻ അവളെ തിരിച്ചു നിർത്തി. അവളുടെ മുഖം ചൂണ്ടുവിരൽ പിടിച്ചു ഉയർത്തി. പക്ഷേ അവൾ മീകൾ വേറെ എങ്ങോട്ടോ പായിച്ചു. എന്താണ് യക്ഷിപ്പെണ്ണേ, നിനക്കൊരു നാണം? നാണിക്കാൻ പറ്റിയ ഒരു മോന്ത. താൻ പോടോ കാല. എടി യക്ഷി, നിന്നെ ഉണ്ടല്ലോ മടൽ വെട്ടി അടിക്കണം. നീ നന്നാവൂല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താൻ ഇങ്ങു വാടാ കാല. എന്നെ അടിക്കാൻ ഞാൻ നിന്ന് തരൂലേ? തന്നെ ഞാൻ മടൽ വെട്ടി അടിക്കും. ഒരു രുദ്രൻ വന്നേക്കുന്നു. നിന്നെ എന്താ വേണ്ടത് എന്ന് എനിക്കറിയാം. താൻ എന്നെ എന്തോ ചെയ്യേ? ബാക്കി പറയുന്നതിന് മുമ്പ് രുദ്രൻ ആദുവിൻ്റെ ആദരങ്ങൾ അവറ്റത്ത് ആക്കിയിരുന്നു. അവൾ ഒരു കൈ അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു. മറ്റേ കൈ അവൻ്റെ മുടിയിൽ കുരുത്തി വലിച്ചു. പെട്ടെന്ന് അവർ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അകന്നു മാറി. അവർ നോക്കിയപ്പോൾ കണ്ടത് താഴെ കൂടെ ഒഴുകുന്ന കഞ്ഞിയാണ്. രുദ്രനുള്ള കഞ്ഞി കൊണ്ടുവന്നത് ആണ് നിഹ. കൊച്ചു ഫ്രഞ്ച് വിപ്ലവം കണ്ട് ഞെട്ടി കയ്യിലിരുന്ന ചോറ്റുപാത്രം തറയിലിട്ടു. ശുഭം. എന്നാലും ഈ കൃത്യസമയത്ത് തന്നെ ഇവൾ എവിടെന്ന് പൊട്ടി മുളക്കുന്നോ ആവോ? ആർക്കറിയാം. ഇതിൻ്റെ പുറകെ വന്ന ആദ്യം ഈ കാഴ്ച കണ്ടു. ഡാ, ഈ പാൽ കുപ്പിയുടെ മുന്നിൽ വെച്ച് നീയൊക്കെ റൊമാൻസിച്ചാൽ എങ്ങനെ ഇരിക്കും? നിനക്ക് വീട്ടിൽ പോന്നവരെ ഒന്ന് ക്ഷമിച്ചൂടെ? നീ പോടാ മോനെ. എൻ്റെ റൊമാൻസ് മുടക്കിയതും പോരാ, എന്നിട്ട് ചിലക്കുന്ന കൊച്ചിൻ ദേ ഉണ്ട്. ആരോടാ തൻ്റെ പാൽക്കുപ്പി? നീ ആടി കുട്ടിപ്പിശാശെ പാൽക്കുപ്പി? ഇടോ ചൊറിയൻ പുയു, താൻ ആടോ പാൽക്കുപ്പി? ഓ, സമ്മതിച്ചു. നിന്നോട് വഴക്കു ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൾ ഒരു വേദനയുണ്ടായി. കാരണം ഇത്രയും നാളും ആ വഴക്കുകളെ അവൾ എൻജോയ് ചെയ്തിരുന്നു. രുദ്ര, ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്താ ആദി? അത് വീട്ടിൽ ഭയങ്കര പ്രഷറാടാ. നിങ്ങളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് എൻ്റെയും നടത്താൻ. സോ ഞാൻ നാട്ടിലേക്ക് പോകുന്നു. എൻ്റെ പുറകെ നടന്ന ആ സുന്ദരി കണ്ണൊക്കെ വാലിട്ട് എഴുതി കൊച്ച്. എന്താ അതിൻ്റെ പേര്? ദേവിക. അവൻ എളിച്ചോണ്ട് പറഞ്ഞു. ആദു അവനെ നോക്കി കണ്ണുരുട്ടി കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ആണ്. ദേവിക എൻ്റെ ദേവു. അവൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. കൂടുതൽ ചില ആളുകളെക്കാരെ പോലെ വെറുതെ വഴക്കിന് വരുന്ന സ്വഭാവമല്ല. അത് നിഹയെ നോക്കിയാണ് പറഞ്ഞത്. പിന്നെ ആളും ഡോക്ടറാണ്. കല്യാണം കഴിഞ്ഞ് അബ്രോഡ് സെറ്റിലാവണം. സോ കല്യാണം ഉടനെ കാണും. എല്ലാവരും വരണം. അടുത്ത ആഴ്ച ആണ്.
അപ്പോൾ ഉറപ്പും പെണ്ണുകാണലൊന്നും ഇല്ലേ? അത് ചെക്കനും പെണ്ണിനും അറിയാവുന്നത് കൊണ്ട് ആ ചടങ്ങൊന്നുമില്ല. സോ ഞാൻ പോവാ. കല്യാണത്തിന് വരാം. ഓൾ ദ ബെസ്റ്റ് റദ്ദ. അവൻ രുദ്രനെ കെട്ടിപ്പിടിച്ചു. മോളെ ആദു, പോവാ. അവൻ അവളെയും ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്തു. ശരി ഏട്ടാ, പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. വേദിക ചേച്ചിയെ അന്വേഷിച്ചു എന്ന് പറയണേ. പറയാം മോളെ. അവൻ അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു. എന്നിട്ട് നിഹയെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് ആ മുറി വിട്ടിറങ്ങി. പേര് അറിയാത്ത ഒരു വികാരം നെഞ്ചിൽ ഒരു കൊളുത്തലും വലി നിഹക്ക് ഫീൽ ചെയ്തു. നിറഞ്ഞു വന്ന കണ്ണ് ആരും കാണാതെ ഇരിക്കാൻ അവൻ്റെ പുറകെ അവളും ആ മുറി വിട്ട് ഇറങ്ങി.